ഹേ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ടിന് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവൻ്റിലാണെങ്കിൽ നമ്മുടെ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ടിൻ്റെ എല്ലാ എഗ്ഗും കാര്യമുണ്ട്. പക്ഷേ ഇത് ഓരോ ട്രേഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എന്താ വെച്ചാൽ 16 പ്ലാങ്കും പിന്നെ ഒരു സ്റ്റാക്ക് സ്റ്റിക്കാണ്. അങ്ങനെ ആ ട്രേഡ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ടും 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 സഹൂറിനെ കിട്ടും. അല്ല അങ്ങനെ എന്തോ ഇല്ല, അങ്ങനെയാണ്. സോ ബ്രെയിൻ റോട്ട് എന്ന് വെച്ചാൽ ഒരു ഇതിലും ബ്രെയിൻ റോട്ടാണ് ഒന്നുമില്ല നമുക്ക്. സോ അപ്പോൾ അതിനൊക്കെ ആഡ് ചെയ്യാനൊക്കെ ആദ്യം 16 പ്ലാങ്കും ഒരു സ്റ്റിക്ക് വേണം. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ഇവിടെ ഒരു മലയേ ഉള്ളൂ, ബാക്കി മല ഇവിടെ ഉണ്ടാവിക്കും. സോ നമുക്ക് ആദ്യം ഈ മല വിട്ടാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും മോഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഓക്കെ ഈ മലത്തിന് എത്ര കിട്ടുമെന്ന് കലത്തില്ല, നമുക്ക് നോക്കാം. യെസ് കൈസ്, അപ്പോൾ നമ്മൾ ഇത് മല എന്ത് വെട്ടറ. ഓക്കെ, നമ്മൾ മല വെട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് ഇതിന് എത്ര കിട്ടും നോക്കാം. ഓക്കെ, നമുക്കാണെങ്കിൽ 24 പ്ലാങ്ക കിട്ടിയിട്ടുള്ളത് കൊണ്ട് 48 കിട്ടുക. യെസ്, 48 സ്റ്റിക്കേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതുപോലെ നമുക്ക് ഒരു സ്റ്റാക്ക് വേണം. സോ നമുക്ക് അടുത്തെവിടെയെങ്കിലും വില മല ഉണ്ടോ നോക്കണം. അവൻ മാറാണ്ടി നിൽക്കണം, അവൻ്റെ അടുത്താണ് ഫുള്ളുള്ളത്. അപ്പോൾ അവൻ്റെ നിന്ന് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ആണെങ്കിൽ മല ഉണ്ടോയിരിക്കും കേസ്, നമുക്ക് മരം കണ്ടിരിച്ച് നോക്കാം. അതാ മരം അടുത്തൊരു മരം കിട്ടി. അവിടെ നിന്നും കൂടി കിട്ടിയാൽ ഒരു 14 കിട്ടുമോ? അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കറക്റ്റ് ഞാൻ നോക്കാം. നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും, അറിയത്തില്ല. നമുക്ക് ആദ്യം പോയി മരം വെട്ടി നോക്കാം. ഓക്കെ, അപ്പം അതിന് 16 കിട്ടി. അപ്പം ഇനി എന്തെങ്കിലും കിട്ടൂല കേസ്. 16 നമുക്ക് വേണ്ടത്. പോയേ രാവിലെ സ്റ്റാക്കായി. പക്ഷേ തട്ടണല്ലോ. ഇനിയിപ്പോൾ കേസ് ഇവിടെ വരെ മഴ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് പോയി മഴ തപ്പി നോക്കാം. കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവൻ എവിടെയും പോയി കഴിഞ്ഞാൽ അതിനെക്കാട്ടും വലിയ സീൻ ഇനി അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെയെങ്കിലും മഴ ഉണ്ടോ നോക്കാം, എന്നാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ പ്ലെയിനിൽ സഫ്റ്റ് ആദ്യം നമുക്ക് വേണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയെല്ലാം പറ്റിയാൽ. പിന്നെ എന്തൊക്കെ പറ്റിയിരിക്കുകയാണല്ലോ. എന്തെന്ന് പറ്റി? മരം ഇല്ല ഇവിടെ എവിടെയെങ്കിലും ഒരു മരം കിട്ടിയെന്നെങ്കിൽ കുറച്ചും കൂടി ലാഭമായിരുന്നേന്ന്. പക്ഷേ മരമില്ല ഇവിടെ. എന്ത്? ഓക്കെ കേസ്, അപ്പോൾ നല്ല വെള്ളത്തിന് മേളിൽ നിന്ന് അറിയാം. അപ്പം എന്താ അവിടെ ഇരിക്കുന്നത്? നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? എനിക്ക് ടും സഹോദരനെ വെറുതെ തരൂ പ്ലീസ്. ടെസ്റ്റ് നോക്കാനാ കിട്ടത്തില്ല കേസ്, അതാണ് പ്രശ്നം. ഈ ഇവനെ കൂടെ നമുക്ക് സാപ്ലിങ് അവിടെ നട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ പെട്ടെന്ന് വെട്ടാം. ഇനി അത് വളരെ എടുക്കും, അതാണ് വേറെ വിഷയം. നമുക്കത് നോക്കാം. ഇവിടെ ഇതെന്തോ കുഴിയൊക്കെ നൈസ്. നമുക്കെന്തായാലും എനിക്ക് ടും സഹൂറിന് ആദ്യം കിട്ടണം. അവനെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. അവിടെ മരം കിട്ടിയെങ്കിൽ ഇതാവാം അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ എനിക്ക് ഇത് കിട്ടുന്നില്ല. വെരി സിറ്റ് ഐ വാണ്ടഡ് ഈ മരം വേണം. സോ മരത്തിനായി തിരഞ്ഞു വാങ്ങി. ഇവിടെ എവിടെയെങ്കിലും മരം ഉണ്ടാവേണ്ടി ഇല്ല, കിട്ടിയേക്കും. നമുക്ക് ഇതാ ഇവിടെ ഇതൊരു ഐലൻഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ മരങ്ങളൊന്നും ഇല്ല, പക്ഷേ കുറേ ഗ്ലാസും ഉണ്ട്. ഇതുകൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, സ്റ്റിക്കല്ല വേണ്ട, പ്ലാങ്കാണ് വേണ്ടത്. നമുക്കൊന്ന് അപ്പുറത്തേക്ക് ഫുള്ളും ഫാൻ്റാണ്. അപ്പോൾ കിട്ടില്ല. ഇപ്പം നമ്മൾ കൂട്ടിട്ടാലോ? ഞാൻ നോക്കട്ടെ, എന്തേലും വഴി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഈ മരം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 2 മരത്തിലേക്കോ അറിയത്തില്ല. സോ അവിടെ കുറച്ച് പൂക്കളും കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ വെട്ടിയ മരം അയച്ച് പുതിയ മരമാണെന്ന്. അല്ല, പുതിയ മരമല്ല അത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഈ ഐലൻഡാണ്. ഇതൊരു ഐലൻഡാണ്. ഇവിടെ മരം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഇനി നമുക്ക് വേറെ വഴി, നമുക്ക് എവിടെയെങ്കിലും പോയി കളിച്ച മരം അല്ലെങ്കിൽ ആ മരം വലുതാണ് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ എന്തായാലും ആ മരം വളരട്ടെ, എന്നിട്ട് അതിനെ വെച്ച് നമുക്ക് കുറച്ച് ഗ്രൈൻഡ് ഫുൾ ഗ്രൈൻഡ് അപ്പ് ചെയ്തിട്ട് മിനിമം ഡയമണ്ട് ആർമെൻറ്റ് ആയിട്ട് നമുക്ക് ഇപ്പം ഫുൾ ഡിഫീറ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഡയമണ്ട് ആർമെൻറ്റ് ടൂൾസ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. സോ ഈ ഡയമണ്ട് ആർമെൻറ്റ് എൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ ചെറിയ മരം കണ്ടത്. അപ്പോൾ ഞാൻ ആ മരം നേരത്തെ കണ്ടില്ല, ഇപ്പോൾ കണ്ട്. സോ നമുക്ക് എന്തായാലും ആദ്യം ടൂൺ സഹൂറിനെ ആദ്യം എടുക്കാം. സഹൂർ പട്ടേഡിയിൽ നിന്നുള്ള അച്ചീവ്മെൻറ്റ് കിട്ടി. താങ്ക് യു. നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫോൺ ഏൽപ്പിച്ച് നോക്കാം. അതെ സഹൂർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാടാ ഇവൻ കുറച്ച് സീനാണല്ലോ. നൈസ്. അതൊക്കെ ഉണ്ടോ? അതാ ഓടി വരുന്നു. അയ്യോ, ഫുഡും കഴിഞ്ഞു. നൈസ്.
ഇവന്ത് ഇങ്ങനെ ഓടി വരുന്ന ഇടം മെല്ലെ ഓടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വിഷമമില്ല, ഒരു വിഷമമില്ല. ഇതിന്റെ പുറകെ വരണ്ട, നമുക്ക് വെള്ളത്തിൽ നിൽക്കാം. എന്നാ പിന്നെ അവൻ നമ്മളെ അടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അതെ, ഇതാവും പുറകില്ല. അവനെ പെട്ടെന്ന് വെള്ളത്തിൽ കൊന്നാലോ, കാരണം അവന് വെള്ളത്തിൽ വരാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് നേരെ വെള്ളത്തിൽ നോക്കില്ല. അതാണ് ബുദ്ധിപരമായി ചെയ്യേണ്ട ഒരു തീരുമാനം, അതായിരിക്കും തോന്നുന്നു. നേരെ പോയിട്ടാണ് പമ്പരോ അടങ്ങി കിടക്കുക. എന്താണ് എനിക്ക് എന്നെ തൊടാൻ പോലും പറ്റൂല. തൊടാനെങ്കിൽ പറ്റും നോക്കടാ, കണ്ടോ? തൊടാൻ പറ്റൂല, തൊടാൻ പറ്റത്തില്ല. കണ്ട 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 കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ തൊടാൻ പോലും പറ്റില്ല. അതാണ് ഞാൻ തൊട്ട് അത് വേണ്ട 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 വേണ്ട, തൊടാൻ പറ്റും. വീടും തൊട്ട് ഫുഡില്ല. അതാണ് പ്രശ്നമായി പോയത്. പിന്നെ കൊല്ലാണ്ട് ഇന്നത് ദിവസം തീങ്ങാൻ. നിന്നെ മാത്രല്ലേക്ക് വേറെ ആൾക്കാരെ നോക്കണം. ബാ 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 അത്രയുള്ളൂ. അവിടെ തന്നെ ധാന്യങ്ങൾ എന്താ ചാവാണ്ടിരിക്കൂ. ചാവും ഇവനെ കൊണ്ട്. ചത്ത് സെറ്റ്. അപ്പോൾ നമ്മൾ സോറിനെ ഡിഫീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ ഡയമണ്ട് ആർമറും കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള എല്ലാ ഇതിനും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. കണ്ടതാ ഫുള്ളുണ്ട്, നമ്മുടെ എല്ലാ എഗ്ഗുണ്ട്. സഹൂറിന് വെച്ച് ബാക്കി എല്ലാ എഗ്ഗുണ്ട്. നമ്മൾ ഓൾറെഡി ഡിഫീറ്റ് ചെയ്തതായതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തപ്പോൾ. നമുക്ക് ഇനി അടുത്ത ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ പ്ലേയറിലോട്ടിനെയും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ സ്കീബിൾ ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. സോ നമുക്ക് നേരെ ഒന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏതൊന്ന് തുടങ്ങാം. ഇതിനൊന്നും തുടങ്ങി ഗൈസ്. നമുക്ക് ആദ്യം തുടങ്ങിയിട്ട് പിന്നെ ഡിഫീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോണം കിട്ടിയിട്ടുണ്ട്. സോ ഇതെന്താ? കൊള്ളാം. ഇതെന്താ ശ്വാസം? ഇവൻ ചെയ്യൂലേ? ഇവൻ ചെയ്യൂല. ഇവൻ ചെയ്യാൻ പറ്റാത്തതാണോ ചെയ്യാൻ അറിയാത്തതാണോ? അറിയാം. അടി ശ്വാസം വിടുന്നാണത്. ചാവൂല്ലേ? ചാവണ്ട. അയ്യോ, ഞാൻ ഓടിച്ചു പോയി. ചാവ് വെള്ളത്തിൽ വീഴ്. ഗായ്സ്, നമുക്ക് ഞാൻ മണ്ടയ്ക്ക് നിന്ന് റൈഡ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ വെള്ളത്തിലായിപ്പോയി. അടിപൊളി, നൈസ്, നല്ലതാ. എന്തായാലും ഇവനെ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം. നമുക്ക് അവനെ കൊല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ അടുത്തതായിട്ട് നമുക്ക് കാലെടുക്കാം. നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അവൻ തിരിച്ചൊന്നും ചെയ്യൂല. അപ്പൊ പിന്നെ അടിച്ചു നോക്കാം. നല്ലോണം പോകുന്നുണ്ട്. നൈസ് ഗുഡ്. എന്തെന്നത് കാലം ചവിട്ടുന്ന? നൈസ്. ഓക്കെ, അതിനെ ഡിഫീറ്റ് ചെയ്തു. എന്താ പെട്ടെന്ന് ഡിഫീറ്റ് ചെയ്തു പോണ്. സോ അടുത്തതായിട്ട് ഇടിയുന്നുണ്ട്. സ്ഥലന്റെ വണ്ടി ഇവിടെ എന്താ അയ്യോ, ഹാർട്ട് നല്ലോണം പോകുന്നുണ്ട്. തേനോ തുപ്പണക്ക് മനസ്സിലാവുന്നില്ല. നൈസ്. എടാ, ഞാൻ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ തുപ്പും, മേള് തുപ്പം തോന്നുന്നു. അറിയത്തില്ല, എന്തോ സംഭവമാണത്. ഇവനെ കൊല്ലട്ടെ. ഇവനടിക്കും. ഫുഡ് കഴിച്ചേക്കാം. എത്ര പെട്ടെന്നായി അങ്ങോട്ട് ഫുഡ് കഴിക്കാം. ഹീലോട്ടെ, അല്ലാണ്ട് അവന്മാരെ കൊല്ലാൻ പറ്റൂല. ഓക്കെ. ഫുഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവന്മാരെന്താണത്? ഇവന്മാരെന്ന് ഞാൻ വെട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. അന്നൊക്കെ ഞാൻ ഓക്കെ, സിമ്പിളായിരുന്നു, ഒന്നുമില്ല. സോ നെക്സ്റ്റ്. ഓക്കെ, ത്രാലയില
എടുക്കാം. അവന്റെ മേളില് റൈഡ് ചെയ്യാൻ പറ്റും. എന്താ സ്പീഡ്, നൈസ്, കൊള്ളാം 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 കൊള്ളാം. റൈഡ് ഇനി അവന് അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിൻ നോക്കണ്ടേ, സ്കിന്ന് ഉണ്ടാവില്ല, കുഴപ്പമില്ല. ഓക്കെ നമുക്ക് ഓ ഇതെന്താടി, നൈസ്. എത്ര അടിക്കണ്ട, എന്താ മോനെ മേളിൽ അടിക്കുമ്പോൾ അടിക്കാൻ ഹാർട്ട് നാട്ട് വന്ന്. അമ്മാര് ഭയങ്കര സിമ്പിളാണല്ലോ ഡിഫീറ്റ് ചെയ്യാനൊക്കെ. കുഴപ്പമില്ല. ഇല്ല പിന്നെ എന്താ, അതെ അടുത്തവനെ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ അടിച്ചു വെക്കാം മോനെ. എന്താ പറക്കുന്നുണ്ട്, പക്ഷെ അധികം പറയാൻ പറ്റില്ലാന്ന് തോന്നുന്നു. വെയിറ്റ് കൊണ്ടേയും. എടാ എന്തത് അടങ്ങി ഇവിടെ എന്തത്? ഓ എന്തോ വച്ചിരിക്കുന്നവന്. അതെ നൈസ്. അടുത്ത് ഇവനെ പെട്ടെന്ന് കൊല്ലണം. ഇതെന്നോ ഓടുന്നേ. കണ്ട ഞാൻ കില്ലാടി, എന്നെ കില്ലാടി, എന്നെ പേടിക്കണ്ട. കണ്ട ഓക്കെ ഡിഫീറ്റഡ്. അടുത്തവനെ ഡിഫീറ്റഡ്. ഇത് കുറേ ഉണ്ട്. സോ നമുക്ക് വിടുക. അല്ല ഒരു മൂന്നെണ്ണത്ത് ഒരുമിച്ചിട്ട് എന്താ സംഭവിക്കും? Bombardiro crocodilo. Bombardiro crocodilo. ഇതെന്ത്, ഇത് മറ്റേ പോലെ തന്നെ. എന്താ വിടുന്ന റോക്കറ്റ് ആട്ട് പറയുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ചാവും. ഡയമണ്ട് ആർമർ ഞാൻ പോയ ഫ്രഷ് സാധനമാണ് ഇതൊക്കെ. ഓക്കെ ഫുഡ് കഴിക്കാം. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരെ ഡിഫീറ്റ് ചെയ്യാം. ഇതില് ഓക്കെ നെക്സ്റ്റ് ഇവൻ. ഓക്കെ നമ്മളെ മൈൻഡിലെത്താം. അന്നോട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നോട്ട് നിൽക്കണ, എന്നോട്ട് നോക്കില്ലേ. എന്താ നമ്മളെ കാണുമ്പോ തല വെച്ചിരിക്കുന്നേ. അടിച്ചേക്കാം. അവനടിക്കും. കൊള്ള ഇവനൊക്കെ ഡിഫീറ്റ് ചെയ്യാം. സിമ്പിൾ കളിക്കാം. കുഴപ്പമില്ല. ഡിഫീറ്റഡ്. നെക്സ്റ്റിനെ ഡിഫീറ്റഡ്. നെക്സ്റ്റ് പ്ലെയറിലോട്ട് ഏതാ? ഓ ഇങ്ങനെ ഒരുമിച്ചാലോ. ഓ ഇവനും അങ്ങനെ തന്നെയാണ്. ഓ ഇവന്മാർ അങ്ങോട്ട് അടിക്കുന്നു. കൊള്ളാം. നൈസ്. അങ്ങോട്ട് തല്ലി. ഇവനെന്താ ഫുട്ബോൾ കളിക്കുന്നു. കൊള്ളാം. നമുക്ക് കുത്തിരിച്ചിട്ട് പോവാം. നമുക്ക് സ്കിബടി തോൽത്തിനും കൂടെ ഇടണമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ അവനും പോയി തല്ലി. മറ്റേ ചത്തു. നൈസ്. കൊള്ളാം പൊളിച്ച്. നമ്മൾ അങ്ങോട്ടൊന്നും ഫൈറ്റ് ഉണ്ടാക്കുന്നത്. ഇവൻ എൻ്റെ ഫുൾ നാക്കൊണ്ടാണല്ലോ ആൾക്കാർ പോലെന്ന്. ഓക്കെ അപ്പം നമുക്ക് നേരെ അടുത്തതിലേക്ക് കിടക്കാൻ പോകുന്നത്. കുറേ ഉണ്ട്, അല്ല കുറച്ചില്ല, കുറേ ഒന്നുമില്ല, കുറച്ചും കൂടെ ഉള്ളത്. നമുക്ക് അതും കൂടെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം നമുക്ക് ഡിഫീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം തെറിപ്പിച്ചിടും. ഇതൊന്നും മറ്റേ മുന്നേ അടിക്കുന്നില്ല. നമ്മളെ നോക്കണേ ഇവന് ഇവനൊന്നും ഫൈറ്റ് ചെയ്യണ്ട. അപ്പം നമ്മളെ വേണ്ടത്. അപ്പോൾ നമ്മൾ ചാവില്ല നമ്മൾ ചാവില്ല. അടിക്കടി പിന്നെ അടിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. ചാവൂലേ മറ്റും ചത്തു. പറയുന്നുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് നേരെ പിന്നെ കൊല്ലാൻ ഗൈസ്. പിന്നെ ഹാർട്ട് പോകുന്നുണ്ട്. കാണുന്നില്ല. ഹാർട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവ ഉണ്ടായത് നമ്മൾ പുറത്തുകൂടെ ഉണ്ടായിരുന്നു. മറ്റേ ദിവസം നമ്മൾ വന്ന് കൊന്നേനെ ഇപ്പം തന്നെ കൊള്ളാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ ഇവിടെ തോളിട്ട് ഇപ്പോഴും ചവൻ പോകുന്നില്ല. അവന് ഹാർട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻഫിനിറ്റ് ആണോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നേരെ കൊല്ലാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും രക്ഷപ്പെട്ടാലോ എന്നുള്ള ഐഡിയ. നമുക്ക് എന്തായാലും വെള്ളത്തിലേക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവനെ കൊല്ലാൻ പറ്റും. ചെറുതെങ്കിൽ ചാൻസ് ഉണ്ടോ? പിന്നെ അടിക്കാനുള്ള സമയം തരുന്നില്ല. അതാണ് അടുത്തടിച്ച് ഞാനല്ല അവനടിച്ച് എനിക്കടിക്കാനില്ല. കണ്ടാ എനിക്ക് അവനെ അടിക്കാനില്ല. ഞങ്ങൾക്ക് അടിക്കാൻ പറ്റും. ഇപ്പം അടിക്കാൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവന് പിന്നെ പിടിച്ചോട്ട് ഇവനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവനെ നോക്കില്ല.
നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം, അല്ലെങ്കിൽ സ്കിബിഡി ഇൻ്റെ പുറകെ തന്നെ വരും. പുറകിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഏകദേശം അടുത്തെത്തി. വെള്ളത്തിൽ വീഴും. ഓക്കെ ബാബാ, നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ പോവുക, അല്ലെങ്കിൽ മറ്റേ വന്ന് വീണ്ടും ഇല്ലായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വെള്ളത്തിൽ അവന് വരാൻ പറ്റത്തില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം, എന്നിട്ട് ബാക്കിയുള്ള ബോസിനെയും കൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഡിഫീറ്റ് എത്ര ബോസ് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്കിബിഡീനൊന്നും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, മറ്റേവനും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം സ്കിബിഡിനെ ഓണാക്കിയിട്ട് തന്നെ അവൻ അതിൻ്റെ കൂടെയാണ്. അപ്പോൾ അവനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിബിഡി നമ്മൾ എന്തായാലും കൊല്ലും. അപ്പോൾ നമുക്ക് അവൻ ഇവിടെ അടുത്തെത്തി. നമുക്ക് അവിടെ നിൽക്കുന്ന പോവുക, അല്ലെങ്കിൽ നമുക്ക് അവൻ എന്തായാലും നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നേരെ വേറെ എവിടെയും പോയി നോക്കാം. അവിടെ ഇച്ചിരി സ്ഥലം കാണുന്നുണ്ട്, അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അവനിപ്പോൾ കാണുന്നില്ല, പക്ഷെ ഒച്ചയും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നിൽക്കാം. ഇവിടെ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാத்தைയും കൂടെ ഒരുമിച്ച് സ്പോണിപ്പിച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം. സുഖമായി സിമ്പിളാണ്, പക്ഷേ ചിലവരെ കൊല്ലാൻ പറ്റില്ല, ചിലവർ നമുക്ക് അടിച്ചാലും തിരിച്ചടിക്കൂല. അതുകൊണ്ട് നമുക്ക് അവൻ അവിടേക്കാണ് പോണത്. നോക്കാം, ഇവനെ വന്നോട്ടെ. ഇതെന്താ എല്ലാരും വെള്ളത്തിലേക്ക് പോണേ. ഓക്കെ, അടുത്ത നമുക്ക് ലാസ്റ്റ് വണ്ണാണ്. ഓക്കെ ഇതാ പോണ എല്ലാരും കൂടെ ഒരുമിച്ച് പോണു. നമ്മളാർക്കും വേണ്ട കൈസ്, എല്ലാ തോൽക്കുന്ന അവരൊക്കെ മതി. അവർ തിരിച്ചടിക്കുന്നു. പോയാലോ വേണ്ട, നമുക്ക് എല്ലാം ഡിഫീറ്റ് ചെയ്യണല്ലോ. ഇപ്പൊ എല്ലാവരും ഡിഫീറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് അടിക്കുന്നതായിരിക്കാം. അപ്പം നമുക്ക് പോയി കൊല്ലാൻ കഴിച്ചു എടുക്കും. അടിക്ക് ഇതിപ്പോ പമ്പനും അടിക്കല്ലേ. ഇവനെ ആദ്യം കൊല്ലാം. ഇവനെ ആദ്യം കൊല്ലാം. നമുക്ക് നേരെ ഇവന്മാരെ പായല് പറയാൻ തന്നെ കുറച്ച് നേരം അതാണ്. പിന്നെ സ്പീഡ് കാണാൻ പറ്റില്ല, അതാണ്. സോ സ്പീഡ് ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. ഒറ്റയ്ക്ക് ഡിഫിറ്റില്ല, എന്തൊക്കെയോ എഫക്റ്റീവ് ഇതാ ഇവിടെ എത്തി. സ്പീഡിന് കാണാമല്ലോ. കൊല്ലട്ടെ. ഓക്കെ, ഇപ്പോൾ അവൻ നമ്മളടിക്കുന്നില്ല, അവൻ മറ്റുള്ളവരെയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ ആവൂലേ ട്രാൻസ്ഫോം. ഇവനും കൂടെ ഉള്ള മറ്റേത് പോയി. 3 ഇവനും അവനും കൂടെ ഉള്ളു. ഇവർ രണ്ടും ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവും. അവനും ഡിഫീറ്റ് ആയി. ഇനി ഇവൻ ഒറ്റയ്ക്ക്, പിന്നെ ഇനി നമ്മൾ രണ്ടിലും ഒറ്റയ്ക്കാണ്. ഓക്കെ, നമ്മളൊന്ന് ചെയ്യോ. അവനിങ്ങനെ അടുത്തൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഓക്കെ. ഗൈസ്, ഈ സാധനത്തിന്റെ മേളിലാവും ഇരിക്കുന്നല്ലേ. ഓക്കെ, ഇതിന് ഹെൽത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്പം കണ്ടില്ല. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു മോഡായിട്ട് നമുക്ക് വരാം. സോ